ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ നിങ്ങൾ എന്താണ് ചെയ്തത്? കഠിനാധ്വാനം ചെയ്തു, ആളുകളോട് നന്നായി പെരുമാറി, എല്ലാവരെയും സഹായിച്ചു, എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ചു, എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ നല്ലവനായിരുന്നാൽ ലോകവും എന്നോട് നന്നായി പെരുമാറുമെന്ന് ഓരോ തവണയും ചിന്തിച്ചു. ഞാൻ എല്ലാവർക്കും ഒപ്പം നിന്നാൽ എല്ലാവരും എനിക്കൊപ്പമുണ്ടാകുമെന്ന് കരുതി. ഞാൻ സത്യസന്ധനായിരുന്നാൽ ആളുകൾ എന്നെ ബഹുമാനിക്കുമെന്ന് വിശ്വസിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങൾ സഹായിച്ച ആളുകൾ തന്നെ നിങ്ങളെ വഞ്ചിച്ചു. ഏറ്റവും അടുത്തവരെന്ന് നിങ്ങൾ കരുതിയവർ തന്നെ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തി. എവിടെയാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്തത് അവിടെ നിങ്ങൾക്ക് ഏറ്റവും കുറവ് മാത്രമേ ലഭിച്ചുള്ളൂ. എന്നാൽ ആരാണോ തന്ത്രശാലികളായിരുന്നത്, ആരെയാണോ നിങ്ങൾക്ക് തെറ്റായി തോന്നിയത്, നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണോ വിപരീതമായ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അവർ ഇന്ന് മുകളിലാണ്. അവർ ഇന്ന് വിജയികളാണ്. നിങ്ങൾ എത്തിച്ചേരാൻ ആഗ്രഹിച്ച സ്ഥലത്താണ് അവർ ഇന്ന് നിൽക്കുന്നത്. അപ്പോൾ ചോദ്യമിതാണ്, അവർ ശരിക്കും തെറ്റുകാരാണോ അതോ നിങ്ങളെ തെറ്റായി പഠിപ്പിച്ചതാണോ? നിൽക്കൂ. ഉത്തരം പറയുന്നതിനു മുൻപ് ഒരു കാര്യം കേൾക്കൂ. ഇന്നേക്ക് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരായിരുന്നു വിഷ്ണുഗുപ്തൻ. ലോകം അദ്ദേഹത്തെ ചാണക്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അന്നും ഇന്നും ഒരുപോലെ സത്യമായ ഒരു രഹസ്യം അദ്ദേഹം കണ്ടെത്തി. കാണുന്നതൊന്നും സത്യമല്ലെന്നും സത്യമായതൊന്നും കാണാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന്റെ കണ്ണിൽ വിപരീതമായ കാര്യങ്ങൾ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും മുന്നിലെത്തുന്നതെന്ന് ചാണക്യൻ തന്റെ ജീവിതത്തിലുടനീളം കണ്ടു. അവർ തന്നെയാണ് രാജാക്കന്മാരാകുന്നത്. അവർ തന്നെയാണ് ചരിത്രം തിരുത്തിക്കുറിക്കുന്നത്. ഇന്നത്തെ ലോകത്തും ഒരുപോലെ പ്രായോഗികമായ ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞുകൊടുത്ത ആ 12 വിപരീത കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ചെയ്തു കഴിഞ്ഞാൽ ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകും. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക, കാരണം ഇതൊന്നും നിങ്ങൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങളല്ല. ഇതൊന്നും നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് പറഞ്ഞുതന്ന കാര്യങ്ങളല്ല. ആദ്യ കേൾവിയിൽ നിങ്ങൾക്കിതൊക്കെ തെറ്റാണെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങളാണിത്. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയും. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. അതിനു പകരമായി നിങ്ങൾക്കൊരു ലൈക്കും മനോഹരമായ ഒരു കമന്റും നൽകിക്കൂടെ? വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ വിപരീത കാര്യം: ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ തോന്നുമ്പോൾ മിണ്ടാതിരിക്കുക. ലോകം പറയുന്നത് സംസാരിക്കൂ, നിങ്ങളുടെ കാര്യം പറയൂ, നിങ്ങളുടെ ശബ്ദമുയർത്തൂ എന്നാണ്. ഇത് കേൾക്കാൻ വളരെ നല്ലതാണ്. എന്നാൽ ചാണക്യൻ പറഞ്ഞത് മറ്റൊന്നാണ്. വിഡ്ഢിയായ മനുഷ്യൻ തന്റെ കാര്യങ്ങൾ സ്വയം വിളിച്ചു പറയുമെന്ന് ചാണക്യൻ പറഞ്ഞു. ബുദ്ധിമാന് അത് പറയേണ്ട ആവശ്യമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരാൾ കൂടുതൽ സംസാരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അയാൾ തന്റെ ശക്തിയും ദൗർബല്യങ്ങളും എല്ലാ രഹസ്യങ്ങളും പുറത്തുവിടുന്നു. അപ്പോൾ രണ്ടാമത്തെയാൾ അത് മിണ്ടാതെ കേട്ടിരിക്കുകയും ആ വിവരങ്ങൾ തനിക്കുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. കുറച്ചു മാത്രം സംസാരിക്കുന്ന ആളുകളെക്കുറിച്ച് മറ്റുള്ളവർ ഊഹങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും. അയാൾ ഒരു രഹസ്യമായി മാറുന്നു. തുറന്ന പുസ്തകത്തേക്കാൾ എപ്പോഴും ശക്തി കൂടുതൽ രഹസ്യങ്ങൾക്കാണ്. എന്നാൽ യഥാർത്ഥ കാര്യം ഇതാണ്: മിണ്ടാതിരിക്കുന്നത് ഒരു ബലഹീനതയല്ല, മൗനം അതൊരു ആയുധമാണ്. ആരെങ്കിലും നിങ്ങളെ പ്രകോപിപ്പിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കുമ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷയാണ്. കാരണം അവർ നിങ്ങളുടെ പ്രതികരണമാണ് ആഗ്രഹിച്ചത്, നിങ്ങളത് അവർക്ക് നൽകിയില്ല. നന്ദവംശത്തിനെതിരെയുള്ള തന്റെ മുഴുവൻ തന്ത്രങ്ങളും ചാണക്യൻ മൗനത്തിലാണ് മെനഞ്ഞെടുത്തത്. താൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് അദ്ദേഹം ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടില്ല. ചന്ദ്രഗുപ്തനെ അദ്ദേഹം രാജാവാക്കിയപ്പോഴാണ് ലോകം അതറിഞ്ഞത്. നിങ്ങളും ഇതുതന്നെ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളപ്പോൾ മിണ്ടാതിരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ എല്ലാവരോടും പറയരുത്. നിങ്ങളുടെ പദ്ധതികൾ എല്ലാവരോടും വിളിച്ചു പറയരുത്. നിശബ്ദമായി പ്രവർത്തിക്കുക. ഫലം പുറത്തുവരുമ്പോൾ ലോകം തന്നെ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും. രണ്ടാമത്തെ വിപരീത കാര്യം: നിങ്ങളുടെ ശത്രുവിനെ അടുത്തു നിർത്തുക, സുഹൃത്തിനെയല്ല. ഇത് കേട്ട് ഒരുപക്ഷെ നിങ്ങൾ ഞെട്ടിയിട്ടുണ്ടാകാം. സുഹൃത്തുക്കളെ അടുത്തു നിർത്താനും ശത്രുക്കളിൽ നിന്ന് അകന്നു നിൽക്കാനുമാണ് ലോകം പറയുന്നത്. എന്നാൽ ചാണക്യന്റെ നയം ഇതിന് നേർവിപരീതമായിരുന്നു. ചാണക്യൻ തന്റെ അർത്ഥശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത് ശത്രുവിന്റെ ഓരോ ശ്വാസവും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നത്ര അടുത്ത് അവനെ നിർത്തുക എന്നാണ്. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ശത്രു എപ്പോഴും നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അവൻ എപ്പോഴും നിങ്ങളുടെ ദൗർബല്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ നിങ്ങളുടെ കണ്ണിൽ നിന്ന് അകന്നുപോയാൽ അവൻ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല. എന്നാൽ അതിലും വലിയ കാര്യം, നിങ്ങളുടെ ശത്രുവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഗുരു. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഒരിക്കലും കാണിച്ചു തരാത്ത കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളെ പ്രശംസിക്കും. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ പോരായ്മകൾ എണ്ണിയെടുക്കും. നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങൾ ആ പോരായ്മകൾ തിരുത്തും. ചരിത്രത്തിൽ നോക്കൂ, ഉണ്ടായിട്ടുള്ള മഹാന്മാരെല്ലാം തങ്ങളുടെ ശത്രുക്കളെ അടുത്ത് നിർത്തിയിട്ടുള്ളവരാണ്. അവരിൽ നിന്ന് പഠിക്കുകയും അവരുടെ അതേ ശക്തി ഉപയോഗിച്ച് മുന്നേറുകയും ചെയ്തു. നിങ്ങളും ഇതുതന്നെ ചെയ്യുക. നിങ്ങളുടെ ശത്രുവിന്റെ ഓരോ നീക്കവും നിരീക്ഷിക്കുക. അവനെ ഭയപ്പെടരുത്.
അവനെ മനസ്സിലാക്കുക. ശരിയായ സമയം വരുമ്പോൾ അവന്റെ അതേ തന്ത്രം ഉപയോഗിച്ച് അവനെ തോൽപ്പിക്കുക. മൂന്നാമത്തെ വിപരീത കാര്യം, നിങ്ങൾ ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അത് മറച്ചുവെക്കുക. ഇന്നത്തെ കാലത്ത് ആളുകൾ എന്താണ് ചെയ്യുന്നത്? രാവിലെ എഴുന്നേറ്റ് ജിമ്മിൽ പോയി, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു, രാത്രി പഠിച്ചു, സ്റ്റാറ്റസ് ഇട്ടു, എന്തെങ്കിലും നല്ലത് ചെയ്തു, ഉടനെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു. ഇതൊരു വലിയ തെറ്റാണ്. ചാണക്യൻ ഈ തെറ്റിനെക്കുറിച്ച് വളരെ മുമ്പുതന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അധ്വാനം എല്ലാവരെയും കാണിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി, ആളുകൾ നിങ്ങളുടെ അധ്വാനത്തെ കളിയാക്കുകയോ നിങ്ങളെ സംശയിക്കുകയോ ചെയ്യുന്നു. രണ്ടാമതായി, നിങ്ങൾ എന്താണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങളുടെ ശത്രുവിന് മനസ്സിലാകുന്നു. നിങ്ങളുടെ ശക്തി പൂർണ്ണമായി സജ്ജമാകുമ്പോൾ മാത്രം അത് പ്രകടിപ്പിക്കുക എന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. അപൂർണമായ തയ്യാറെടുപ്പുകൾ കാണിക്കുന്നത് അപകടകരമാണ്. കാരണം അപ്പോൾ ശത്രുവിന് അത് തകർക്കാൻ അവസരം ലഭിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വലിയ കാര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ മിണ്ടാതിരിക്കുക. ആരോടും പറയരുത്. നിശബ്ദമായി തയ്യാറെടുപ്പുകൾ തുടരുക. ഫലം പുറത്തുവരുമ്പോൾ ലോകമത് കാണുകയും അത്ഭുതപ്പെടുകയും ചെയ്യും. ഇവൻ എപ്പോഴാണ് ഇത്രയും മുന്നിലെത്തിയതെന്ന് ആളുകൾ ചോദിക്കും. അതുതന്നെയായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ വിജയം. നാലാമത്തെ വിപരീത കാര്യം, ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമ്പോൾ ഉടനെ ഉപകാരം സ്മരിക്കരുത്. ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു മോശം കാര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക. എല്ലാവരോടും കടപ്പാട് കാണിക്കുന്നവൻ പതുക്കെ എല്ലാവരുടെയും കടക്കാരനായി മാറുമെന്നും കടക്കാരനായ ഒരു മനുഷ്യൻ ഒരിക്കലും സ്വതന്ത്രനാകില്ലെന്നും ചാണക്യൻ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമ്പോൾ അവിടെ രണ്ടു തരം ആളുകളുണ്ടാകും. ഒന്ന്, നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർ. മറ്റൊന്ന്, നിങ്ങൾക്കുമേൽ ഉപകാരത്തിന്റെ ഭാരം അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ. അങ്ങനെ പിന്നീട് അവർക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങളിൽ നിന്ന് എന്തും ചോദിക്കാൻ അവർക്ക് കഴിയും. നിങ്ങളെല്ലാവരോടും കടപ്പാട് കാണിച്ചുകൊണ്ടിരുന്നാൽ പുറത്തുകടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കെണിയിൽ നിങ്ങൾ അകപ്പെടും. കാരണം പിന്നീട് അവർ തെറ്റായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിരസിക്കാൻ കഴിയില്ല. അപ്പോൾ ശരിയായ വഴി ഏതാണ്? ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമ്പോൾ അതിന്റെ കണക്ക് സൂക്ഷിക്കുക. അയാളുടെ ഉദ്ദേശം നല്ലതാണെന്ന് തോന്നിയാൽ അയാളെ സഹായിക്കുക. എന്നാൽ അവൻ നിങ്ങളെ ദുർബലനായി കാണുന്ന തരത്തിൽ ആരുടെ മുന്നിലും അത്രയധികം തലകുനിക്കരുത്. ഓരോ ബന്ധത്തിലും തുല്യത നിലനിർത്തുക എന്നതായിരുന്നു ചാണക്യന്റെ നയം. ആരെയും ആശ്രയിക്കരുത്, അതുപോലെ ആരെയും നിങ്ങളെ ആശ്രയിക്കാൻ അനുവദിക്കരുത്. അഞ്ചാമത്തെ വിപരീത കാര്യം, ഏറ്റവും കൂടുതൽ ദേഷ്യം വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശാന്തനായിരിക്കുക. എന്നാൽ ഇത് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യവുമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുമ്പോൾ, ആരെങ്കിലും നിങ്ങൾക്കെതിരെ മോശമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം എന്താണ് തോന്നുന്നത്? നിങ്ങൾക്കും അവന് മറുപടി നൽകാൻ തോന്നും. നിങ്ങൾക്കും ദേഷ്യത്തിൽ എന്തെങ്കിലും പറയാൻ തോന്നും. നിങ്ങളും ഒട്ടും മോശമല്ലെന്ന് അവനെ കാണിച്ചു കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ ദേഷ്യത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നവൻ എപ്പോഴും തെറ്റായ തീരുമാനങ്ങളാകും എടുക്കുകയെന്നും ഒരു തെറ്റായ തീരുമാനം ജീവിതകാലം മുഴുവനുമുള്ള അധ്വാനത്തെ നശിപ്പിക്കുമെന്നും ചാണക്യൻ പറഞ്ഞു. ദേഷ്യത്തിൽ പറയുന്ന ഒരു വാക്ക് ഒരു ബന്ധത്തെ എന്നേക്കുമായി തകർത്തേക്കാം. ദേഷ്യത്തിലെടുക്കുന്ന ഒരു തീരുമാനം വർഷങ്ങളുടെ അധ്വാനത്തെ നശിപ്പിച്ചേക്കാം. ഏറ്റവും വലിയ കാര്യമെന്തെന്നാൽ നിങ്ങൾ ശാന്തനായിരിക്കുമ്പോൾ നിങ്ങളുടെ ശത്രു പരിഭ്രാന്തനാകുന്നു. നിങ്ങൾ തകർന്നു പോകുമെന്ന് അവൻ കരുതിയിരുന്നു. എന്നാൽ നിങ്ങൾ ശാന്തനാണ്. ഈ ശാന്തതയാണ് അവനുള്ള ഏറ്റവും വലിയ ശിക്ഷ. ചാണക്യൻ സ്വന്തം ജീവിതത്തിലും ഇതുതന്നെയാണ് ചെയ്തത്. നന്ദരാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിൽ നിന്ന് അപമാനിച്ച് പുറത്താക്കിയപ്പോൾ ചാണക്യൻ ദേഷ്യത്തിൽ ഒരു തീരുമാനവും എടുത്തില്ല. അദ്ദേഹം മിണ്ടാതെ പോയി. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രതിജ്ഞയുണ്ടായിരുന്നു. ആ പ്രതിജ്ഞ അദ്ദേഹം ശാന്തമായ മനസ്സോടെ പതിയെ പതിയെ നിറവേറ്റി. അങ്ങനെ നന്ദവംശം നാമാവശേഷമായി. നിങ്ങളും ഇതുതന്നെ ചെയ്യുക. ദേഷ്യം വരുമ്പോൾ നിൽക്കുക, ശ്വാസമെടുക്കുക, എന്നിട്ട് നിങ്ങളോട് തന്നെ ചോദിക്കുക, എന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? എന്നിട്ട് ആ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ദേഷ്യത്തെ നിങ്ങളുടെ ശക്തിയാക്കി മാറ്റുക, നിങ്ങളുടെ ദൗർബല്യമല്ല. ആറാമത്തെ വിപരീത കാര്യം, ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ തോന്നുമ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കുക. ഈ ലോകം വളരെ മനോഹരമാണ്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല. ഇത് മനസ്സിലാക്കാൻ പലപ്പോഴും വളരെ വൈകാറുണ്ട്. ചിന്തിക്കാതെ എല്ലാവരെയും വിശ്വസിക്കുന്നവൻ തന്റെ നാശം സ്വയം വിളിച്ചുവരുത്തുമെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരെയും വിശ്വസിക്കരുതെന്നല്ല ചാണക്യൻ പറയുന്നത്. വിശ്വസിക്കുന്നതിനു മുമ്പ് പരീക്ഷിച്ചറിയുക എന്നാണ് അദ്ദേഹം പറയുന്നത്. ആരെങ്കിലും നിങ്ങളോട് വളരെ അടുക്കാൻ ശ്രമിക്കുമ്പോൾ, വളരെ വേഗം വലിയ സൗഹൃദം കാണിക്കുമ്പോൾ, എല്ലാ കാര്യങ്ങൾക്കും അതെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. കാരണം അത് സ്വാഭാവികമല്ല. യഥാർത്ഥ സുഹൃത്ത് ചിലപ്പോഴൊക്കെ നിങ്ങളോട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുകയും നിങ്ങളോട് അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രകടിപ്പിക്കുകയും എല്ലാ കാര്യത്തിലും നിങ്ങളെ പുകഴ്ത്താതിരിക്കുകയും ചെയ്യുന്നവനാണ്. ചാണക്യൻ ചന്ദ്രഗുപ്തനെ പഠിപ്പിച്ചതും ഇതുതന്നെയാണ്. നിങ്ങളുടെ മന്ത്രിമാരെ വിശ്വസിക്കുക, എന്നാൽ അവരെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കുക. കാരണം ഇന്ന് നിങ്ങളുടെ ഏറ്റവും വിശ്വസ്തനായവൻ നാളെ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറാം. നിങ്ങളും ഇതുതന്നെ ചെയ്യുക. ആരെങ്കിലും നിങ്ങളോട് വളരെ അടുക്കുമ്പോൾ പതിയെ പതിയെ വിശ്വാസം വളർത്തുക. ഒറ്റ ദിവസത്തിലോ ഒറ്റ അവസരത്തിലോ അല്ല. അവന്റെ പ്രവൃത്തികളും വാക്കുകളും ഒന്നാണോ എന്ന് കാലക്രമേണ നോക്കിക്കാണുക.
എന്നിട്ട് നിങ്ങൾക്ക് ബോധ്യമാകുമ്പോൾ മാത്രം അവനെ വിശ്വസിക്കുക. ഏഴാമത്തെ വിപരീത കാര്യം: ഏറ്റവും കൂടുതൽ കൊടുക്കാൻ തോന്നുമ്പോൾ ആദ്യം വാങ്ങാൻ പഠിക്കുക. ഇത് കേൾക്കുമ്പോൾ ഇതൊരു സ്വാർത്ഥതയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കുക. സ്വയം ശൂന്യമായി മറ്റുള്ളവരെ നിറയ്ക്കുന്നവൻ ഒരു ദിവസം ഒന്നും കൊടുക്കാൻ ബാക്കിയില്ലാത്തവിധം ശൂന്യമായി തീരുമെന്ന് ചാണക്യൻ പറഞ്ഞു. എപ്പോഴും എല്ലാവരെയും സഹായിക്കുന്ന ആ മനുഷ്യനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. എപ്പോഴും എല്ലാവർക്കും വേണ്ടി ഹാജരാകുന്നവൻ, സ്വയം പട്ടിണി കിടന്ന് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുന്നവൻ. ഇത് കാണാൻ വളരെ നല്ലതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ പതുക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ഒരു ദിവസം അയാൾക്ക് സ്വയം സഹായം വേണ്ടിവരുമ്പോൾ ആരും കൂടെയുണ്ടാകില്ല. ആദ്യം സ്വയം ശക്തനാകുക. ആദ്യം സ്വയം നിറയുക. ആദ്യം നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുക. കൊടുക്കുന്നത് നിങ്ങളെ ദുർബലനാക്കാത്ത വിധം നിങ്ങൾ ശക്തനാകുമ്പോൾ മാത്രം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നൽകുന്നത് ശരിക്കും വിലപ്പെട്ടതായിരിക്കും. വിമാനത്തിൽ ഓക്സിജൻ മാസ്ക് വരുമ്പോൾ അവർ എന്താണ് പറയുന്നത്? ആദ്യം നിങ്ങളുടെ സ്വന്തം മാസ്ക് ധരിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. കാരണം നിങ്ങൾ തന്നെ വീണുപോയാൽ നിങ്ങൾക്ക് ആരെയും സഹായിക്കാൻ കഴിയില്ല. ഇതായിരുന്നു ചാണക്യന്റെ നയം. ആദ്യം സ്വന്തം ശക്തി വർദ്ധിപ്പിക്കുക. ആദ്യം സ്വന്തം രാജ്യം ശക്തമാക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക. എന്നാൽ നിൽക്കൂ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടാണ് വീഡിയോ ഉണ്ടാക്കുന്നത്. അതിന് പകരമായി നിങ്ങൾക്ക് ഒരു ലൈക്കും മനോഹരമായ ഒരു കമന്റും നൽകിക്കൂടെ? വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വരൂ, വീഡിയോയിൽ മുന്നോട്ടു പോകാം. എട്ടാമത്തെ വിപരീത കാര്യം: ഏറ്റവും കൂടുതൽ തിടുക്കമുള്ളപ്പോൾ ഏറ്റവും പതുക്കെ നടക്കുക. ഇന്നത്തെ ലോകത്ത് എല്ലാവരും തിരക്കിലാണ്. എല്ലാവർക്കും വേഗം പണം വേണം, വേഗം വിജയം വേണം, വേഗം പ്രശസ്തി വേണം. ഈ തിടുക്കത്തിലാണ് എല്ലാവരും തെറ്റുകൾ വരുത്തുന്നത്. തിടുക്കത്തിൽ ചെയ്യുന്ന ജോലി പകുതിയായി അവശേഷിക്കുമെന്നും പകുതി ജോലി അത് പൂർത്തിയാക്കാത്തതിനേക്കാൾ മോശമാണെന്നും ചാണക്യൻ പറഞ്ഞു. ഒരു കർഷകൻ ഇപ്പോൾ വിതച്ച് അടുത്തയാഴ്ച വിളവെടുക്കാൻ ആഗ്രഹിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചിന്തിച്ചു നോക്കൂ. ഒന്നും കിട്ടില്ല. കാരണം വിളവെടുപ്പിന് അതിന്റേതായ സമയമുണ്ട്. ജീവിതത്തിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. വലിയ കാര്യങ്ങൾക്ക് എപ്പോഴും സമയമെടുക്കും. ക്ഷമയുള്ളവർ, ശരിയായ സമയത്തിനായി കാത്തിരിക്കുന്നവർ, അവർ നടക്കാൻ തുടങ്ങുമ്പോൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കും. ചന്ദ്രഗുപ്തനെ രാജാവാക്കാൻ ചാണക്യൻ വർഷങ്ങളെടുത്തു. അദ്ദേഹം തിടുക്കം കൂട്ടിയില്ല. അദ്ദേഹം ഓരോ ചുവടും ആലോചിച്ച് മനസ്സിലാക്കിയാണ് വെച്ചത്. അദ്ദേഹം ചുവടുവെച്ചപ്പോൾ ആർക്കും അദ്ദേഹത്തെ തടയാനായില്ല. നിങ്ങളും ഇതുതന്നെ ചെയ്യുക. തിടുക്കമുള്ളപ്പോൾ നിൽക്കുക, ചിന്തിക്കുക, പദ്ധതി തയ്യാറാക്കുക, എന്നിട്ട് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ മുന്നോട്ടു പോകുക. ഒൻപതാമത്തെ വിപരീത കാര്യം: എല്ലാവരും നിങ്ങളെ പ്രശംസിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കുക. ഇത് ഒരുപക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പ്രശംസ കേൾക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കും. എന്നാൽ ചാണക്യൻ ഇതിലും ഒരു അപകടം കണ്ടിരുന്നു. പ്രശംസ കേട്ട് സന്തോഷിക്കുന്നവൻ ആ പ്രശംസയുടെ വലയിൽ വീഴുമെന്നും പിന്നീട് പ്രശംസിക്കുന്നവൻ ആഗ്രഹിക്കുന്നതേ അവൻ ചെയ്യുകയുള്ളൂവെന്നും ചാണക്യൻ പറഞ്ഞു. ആരെങ്കിലും നിങ്ങളെ ഒരുപാട് പ്രശംസിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു. പിന്നീട് അവന്റെ ഒരു കാര്യവും നിരസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നുന്നു. ഇതാണ് അവന്റെ തന്ത്രം. മുഖസ്തുതി പറയുന്നവർ എപ്പോഴും ആദ്യം പ്രശംസിക്കുകയും പിന്നീട് അവരുടെ കാര്യം നേടിയെടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ആരെങ്കിലും വളരെയധികം പ്രശംസിക്കുമ്പോൾ സന്തോഷിക്കുന്നത് നിർത്തുക. ചോദിക്കുക, ഈ പ്രശംസയ്ക്ക് പിന്നിൽ എന്താണ്? ഈ മനുഷ്യന് എന്നിൽ നിന്ന് എന്താണ് വേണ്ടത്? പ്രശംസയെ നിങ്ങളുടെ ദൗർബല്യമാകാൻ അനുവദിക്കരുത്. അത് സത്യമാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ മാത്രം പ്രശംസ സ്വീകരിക്കുക. നിങ്ങളെ പ്രശംസയുടെ കെണിയിൽപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നതായി നിങ്ങൾക്ക് തോന്നുമ്പോൾ ശാന്തനായിരിക്കുക. പുഞ്ചിരിക്കുക. അവരുടെ തന്ത്രങ്ങളെ കരുതിയിരിക്കുക. പത്താമത്തെ വിപരീത കാര്യം: ഏറ്റവും കൂടുതൽ ജയിക്കാൻ തോന്നുമ്പോൾ തോൽക്കാൻ പഠിക്കുക. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും. മൂക്കുകൊണ്ടുണ്ടാക്കുന്ന ശബ്ദം. എന്നാൽ ഇത് ചാണക്യന്റെ ഏറ്റവും ആഴത്തിലുള്ള നയങ്ങളിലൊന്നാണ്. ചിലപ്പോൾ ഒരു ചെറിയ തോൽവി വലിയ വിജയത്തിലേക്കുള്ള വഴി തുറക്കുമെന്നും എല്ലാ പോരാട്ടങ്ങളും വിജയിക്കാൻ ശ്രമിക്കുന്ന മനുഷ്യൻ പലപ്പോഴും യഥാർത്ഥ യുദ്ധത്തിൽ പരാജയപ്പെടുമെന്നും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. ചെസ്സിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. ചിലപ്പോൾ ഒരു നല്ല കളിക്കാരൻ മനഃപൂർവ്വം ഒരു കരു വിട്ടുകൊടുക്കും. അപ്പോൾ താൻ ജയിക്കുകയാണെന്ന് മറ്റേയാൾക്ക് തോന്നും. അവൻ അശ്രദ്ധനാകുമ്പോൾ യഥാർത്ഥ നീക്കം നടത്തുന്നു. നിങ്ങൾക്ക് മനഃപൂർവ്വം പിന്നോട്ടു പോകേണ്ടിവരുന്ന അവസരങ്ങൾ ജീവിതത്തിലും വരും. മറ്റുള്ളവരുടെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കുന്നുണ്ടെന്ന് കാണിക്കേണ്ടി വരുമ്പോൾ, ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ തിരിച്ചുവരാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് തലകുനിക്കേണ്ടി വരുമ്പോൾ. ഇതൊരു ബലഹീനതയല്ല. ഇതിൽ അഹങ്കാരമില്ലാത്തതിനാൽ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ്. ഇതിൽ ലക്ഷ്യം മാത്രമേയുള്ളൂ. 11ാമത്തെ വിപരീത കാര്യം: ഏറ്റവും കൂടുതൽ പണം ലഭിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുക. ഇന്നത്തെ ലോകത്ത് പണം വരുമ്പോൾ ആളുകൾ എന്താണ് ചെയ്യുന്നത്? അവർ അത് ചിലവാക്കുന്നു, മറ്റുള്ളവരെ കാണിക്കുന്നു, പുതിയ കാര്യങ്ങൾ വാങ്ങുന്നു. പിന്നീട് ബുദ്ധിമുട്ടുള്ള സമയങ്ങൾ വരുമ്പോൾ അവരുടെ കൈകൾ ശൂന്യമായിരിക്കും. സമ്പത്തിനേക്കാൾ പ്രധാനം അതിന്റെ സുരക്ഷയാണെന്ന് ചാണക്യൻ പറഞ്ഞു. പണം വരുമ്പോൾ അത് ചിലവാക്കി തീർക്കുന്നവൻ എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടിവരും.
ചാണക്യന്റെ ദൃഷ്ടിയിൽ പണം ഒരു ആയുധമായിരുന്നു. ആയുധം എപ്പോഴും തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ആയുധം നിങ്ങൾ ഉപയോഗിച്ചു തീർത്താൽ യുദ്ധത്തിന്റെ സമയം വരുമ്പോൾ നിങ്ങൾ നിരായുധനായിരിക്കും. അതുകൊണ്ട് പണം വരുമ്പോൾ അതിന്റെ ഒരു ഭാഗം തീർച്ചയായും ലാഭിച്ചുവെക്കുക. കുറഞ്ഞത് 30%. ഈ പണമാണ് നിങ്ങളുടെ യഥാർത്ഥ ശക്തി. ബുദ്ധിമുട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾക്കുപയോഗപ്പെടുന്ന പണമാണിത്. ആരുടെയും മുന്നിൽ കൈനീട്ടുന്നതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്ന പണമാണിത്. നിങ്ങളുടെ കൈവശം പണത്തിന്റെ ശക്തിയുണ്ടെങ്കിൽ ലോകം താനെ നിങ്ങളുടെ കാൽക്കീഴിൽ വരും. കാരണം ഈ ലോകത്ത് പണമുള്ളവന്റെ വാക്കുകൾ മാത്രമാണ് കേൾക്കപ്പെടുന്നത്. 12ാമത്തെ വിപരീത കാര്യം. ഏറ്റവും കൂടുതൽ ആളുകൾ നിങ്ങൾക്കൊപ്പമുള്ളപ്പോൾ തനിച്ചിരിക്കാൻ പഠിക്കുക. ഇതാണ് അവസാനത്തെ വിപരീത കാര്യം. ഇത് ഏറ്റവും ആഴത്തിലുള്ള ഒന്നുമാണ്. ആൾക്കൂട്ടത്തിൽ സ്വയം നഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ ഒരിക്കലും ഉന്നതിയിലെത്തില്ലെന്ന് ചാണക്യൻ പറഞ്ഞു. ഉയരങ്ങളിലേക്ക് എപ്പോഴും തനിച്ചാണ് കയറേണ്ടത്. ധാരാളം ആളുകൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കൂ. എല്ലാവർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടാകും. എല്ലാവർക്കും ഉപദേശങ്ങളുണ്ടാകും. എല്ലാവരും നിങ്ങളെ ഓരോ വ്യത്യസ്ത വഴികളിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കും. ഈ ബഹളത്തിൽ നിങ്ങളുടെ സ്വന്തം ശബ്ദം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. എന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നു, നിങ്ങൾക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു. മഹാന്മാരുടെ ജീവിതം നോക്കൂ. ഗൗതമബുദ്ധൻ ബോധിവൃക്ഷത്തിന് താഴെ തനിച്ചിരുന്നാണ് ജ്ഞാനോദയം നേടിയത്. മഹാത്മാഗാന്ധി തന്റെ ഏകാന്തതയിലാണ് തന്റെ ഏറ്റവും വലിയ ശക്തി കണ്ടെത്തിയത്. ചാണക്യൻ തന്നെ തനിച്ചിരുന്നാണ് അർത്ഥശാസ്ത്രം എഴുതിയത്. ആൾക്കൂട്ടത്തിന് നിങ്ങൾക്ക് ഊർജ്ജം നൽകാൻ കഴിയും. എന്നാൽ ആൾക്കൂട്ടത്തിന് നിങ്ങൾക്ക് ദിശ കാണിക്കാൻ കഴിയില്ല. ദിശ നിർണ്ണയിക്കാൻ നിങ്ങൾക്ക് സ്വയം മാത്രമേ കഴിയൂ. നിങ്ങൾ തനിച്ചായിരിക്കുമ്പോൾ മാത്രമാണ് അത് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും കുറച്ചു സമയം തനിച്ച് ചിലവഴിക്കുക. ഫോണിൽ നിന്ന് അകന്നു നിൽക്കുക. ബഹളങ്ങളിൽ നിന്ന് അകന്നുനിന്ന് നിങ്ങളോട് തന്നെ സംസാരിക്കുക. ഈ സമയം നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഇനി ഒരു നിമിഷം നിൽക്കൂ. ഈ 12 വിപരീത കാര്യങ്ങൾ നോക്കൂ. ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെല്ലാം പിന്നിൽ ഒരു കാര്യം മാത്രമേയുള്ളൂ. മൂക്കുകൊണ്ടുണ്ടാക്കുന്ന ശബ്ദം എന്താണോ കാണിക്കുന്നത് അത് സത്യമല്ല. യഥാർത്ഥ ശക്തി എപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒന്നാണ്. മൗനത്തിൽ ശക്തിയുണ്ട്, ക്ഷമയിൽ ശക്തിയുണ്ട്, ഏകാന്തതയിൽ ശക്തിയുണ്ട്, ജാഗ്രതയിൽ ശക്തിയുണ്ട്. ഇതുതന്നെയാണ് ചാണക്യന്റെ യഥാർത്ഥ പാഠം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം തീർച്ചയായും വരുന്നുണ്ടാകും. ഇതെല്ലാം ചെയ്യാൻ അത്ര എളുപ്പമാണോ? അല്ല, ഒരിക്കലുമല്ല. ഇത് എളുപ്പമുള്ള കാര്യമല്ല. ഇതിനായി കഠിനാധ്വാനം ആവശ്യമാണ്. ഇതിനായി പരിശീലനം ആവശ്യമാണ്. ഇതിന് ക്ഷമ വേണം. എന്നാൽ എളുപ്പമുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ലഭിക്കും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അതിന് അർഹതയുള്ളവർക്ക് മാത്രമേ ലഭിക്കൂ. നിങ്ങൾ ഇതുവരെ എത്തിയിരിക്കുന്നു. അതായത് സത്യമറിയാൻ ആഗ്രഹിക്കുന്ന, ശരിക്കും മുന്നേറാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ ഒരാളാണ് നിങ്ങൾ. വെറുതെ കേൾക്കാൻ മാത്രമല്ല, അത് മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ആഗ്രഹിക്കുന്നവൻ. അതുകൊണ്ട് ഇന്നുമുതൽ ഒരു കാര്യം ചെയ്യുക. ഈ 12 വിപരീത കാര്യങ്ങളിൽ നിന്ന് ഒരെണ്ണം തിരഞ്ഞെടുക്കുക. ഒരെണ്ണം മാത്രം. എന്നിട്ട് ഇന്നുമുതൽ അത് ചെയ്യാൻ തുടങ്ങുക. ഒരാഴ്ചത്തേക്ക് അത് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറുന്നതെന്ന് നോക്കുക. മൗനം എന്ന ആയുധം പരീക്ഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അധ്വാനം മറച്ചുവെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ദേഷ്യത്തെ ശാന്തതയാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്ത് തിരഞ്ഞെടുത്താലും അത് പൂർണ്ണഹൃദയത്തോടെ ചെയ്യുക. അതുപോലെ ഓർക്കുക. ചാണക്യൻ പറഞ്ഞു, ചിന്തിച്ചുറപ്പിച്ചു വെക്കുന്ന ഒരു ചുവട് ചിന്തിക്കാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകളെക്കാൾ 1000 ചുവട് നിങ്ങളെ മുന്നിലെത്തിക്കും. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എന്നാൽ നിങ്ങളുടെ യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് പുതിയതായി എന്തെങ്കിലും പഠിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇതിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ജീവിതം മാറ്റിമറിക്കുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്കെത്തും. അതുപോലെ ഈ വീഡിയോ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ഷെയർ ചെയ്യുക. കൂടാതെ ഈ 12 വിപരീത കാര്യങ്ങളിൽ നിന്ന് ഇന്നുമുതൽ നിങ്ങൾ ഏതാണ് ചെയ്യാൻ പോകുന്നതെന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. നിങ്ങളുടെ മറുപടി വായിക്കാൻ കാത്തിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ചിന്തിക്കുക, പഠിക്കുക, വളരുക. ജീവിതകാലം മുഴുവൻ നിങ്ങളിത് മാത്രമാണ് കേട്ടത്. നല്ലവനാകുക, എല്ലാവരെയും സഹായിക്കുക, എല്ലാവരുടെയും മുന്നിൽ തലകുനിക്കുക. എന്നാൽ ഇന്ന് ഏറ്റവും മുകളിലുള്ള ആളുകൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർ വിപരീതമായാണ് ചെയ്തത്. ഈ കാര്യങ്ങൾ ചെയ്താൽ ലോകം നിങ്ങളുടെ കാൽക്കീഴിലാകുമെന്ന് പറയുന്ന 12 വിപരീത കാര്യങ്ങളെക്കുറിച്ച് 2500 വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ പറഞ്ഞിരുന്നു. അതെല്ലാമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. കാരണം 7ാമത്തെ കാര്യം നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റിമറിക്കും. മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നു എന്നതാണ് ഒരു നീചനായ മനുഷ്യന്റെ അടയാളമെന്ന് ചാണക്യൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ആരുടെയെങ്കിലും മുഖം ഓർമ്മ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ചായക്കടയിലിരുന്ന് മറ്റുള്ളവരുടെ ജീവിതത്തിന്റെ കണക്കെടുക്കുന്നവൻ, എല്ലാവരിലും കുറ്റം കണ്ടെത്തുന്നവൻ, മറ്റുള്ളവരെ വീഴ്ത്തുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവൻ, അവൻ സ്വയം എങ്ങുമെത്തുന്നില്ല. കാരണം അവൻ മറ്റുള്ളവരെ നോക്കാൻ ചിലവഴിക്കുന്ന സമയം സ്വയം വളരാൻ ചിലവഴിക്കുന്നില്ല.
മറ്റൊരു കൈപ്പേറിയ സത്യം ചാണക്യൻ പറയുന്നു. എല്ലാ കാര്യങ്ങളും നാളത്തേക്ക് മാറ്റിവെക്കുന്ന മനുഷ്യന് ആ നാളെ ഒരിക്കലും വരില്ല. ഇപ്പോൾ വേണ്ട, പിന്നീട് ചെയ്യാം. ഈ വാക്കുകൾ എത്രയോ സ്വപ്നങ്ങളുടെ ശവക്കുഴിയായി മാറിയിരിക്കുന്നു. തുടങ്ങാനിരുന്ന കച്ചവടം നാളെ ചെയ്യാം, പഠിക്കാനിരുന്നത് അടുത്ത മാസം ചെയ്യാം, മാതാപിതാക്കളെ കാണാൻ പോകേണ്ടിയിരുന്നത് അടുത്ത അവധിക്ക് പോകാം എന്ന് കരുതുന്നു. ഒടുവിൽ ഒരു ദിവസം ആ അവസരവും ആ സമയവും ആ മനുഷ്യരും ബാക്കിയുണ്ടാകില്ല. ഇന്ന് ചെയ്യാൻ കഴിയുന്ന ജോലി നാളത്തേക്ക് മാറ്റിവെക്കരുത്, കാരണം നാളേക്ക് യാതൊരു ഉറപ്പുമില്ലെന്ന് ചാണക്യൻ പറയുന്നു. ഉപദേശം ചോദിക്കുകയും എന്നാൽ അത് കേൾക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണ് വിഡ്ഢികളിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയെന്നും ചാണക്യൻ പറയുന്നു. നമ്മളിലെല്ലാവർക്കും ഈ അസുഖമുണ്ട്. നമ്മൾ പരിചയസമ്പന്നരായ ആരുടെയെങ്കിലും അടുത്തുപോയി ചോദിക്കും, ചേട്ടാ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവർ അത് വിശദീകരിച്ചു തരുന്നു, നമ്മളോട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കും, അല്ല, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, എന്നിട്ട് നേരത്തെ കരുതിയത് തന്നെ ചെയ്യുന്നു. ഒടുവിൽ നഷ്ടം സംഭവിക്കുമ്പോൾ എന്റെ തലവര മോശമാണെന്ന് പറയുന്നു. തലവരയല്ല, കേൾക്കാനുള്ള ശീലമാണ് മോശമായിരുന്നതെന്ന് ചാണക്യൻ പറയുന്നു. ചാണക്യൻ വളരെ ആഴത്തിലുള്ള ഒരു കാര്യം പറയുന്നു. സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം വീട് സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ ലോകത്തെ എങ്ങനെ മാറ്റും? വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. സമൂഹത്തെ മാറ്റും, രാജ്യത്തെ മാറ്റും, ലോകത്തെ മാറ്റും. എന്നാൽ സ്വന്തം വീട്ടിലേക്ക് ഒന്നു നോക്കൂ. അമ്മ തനിച്ചാണ്, അച്ഛൻ രോഗിയാണ്, കുട്ടികൾ അലഞ്ഞുതിരിയുന്നു. ആദ്യം നിങ്ങളുടെ സ്വന്തം വീട് നോക്കുക എന്നാണ് ചാണക്യൻ പറയുന്നത്. വീട് നോക്കാൻ കഴിയുന്നവന് സമൂഹത്തെയും നോക്കാൻ കഴിയും. സ്വന്തം വീട്ടിൽ പരാജയപ്പെട്ടവന്റെ വലിയ വലിയ വാക്കുകൾ പൊള്ളയാണ്. ശത്രുവിന്റെ ഔദാര്യം സ്വീകരിക്കരുതെന്ന് ചാണക്യൻ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. എന്നാൽ ചിന്തിച്ചു നോക്കൂ, ഒരു ശത്രു നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യുമ്പോൾ, നിങ്ങളെ സഹായിക്കുമ്പോൾ അവനത് വെറുതെ ചെയ്യുന്നതല്ല, അവൻ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുകയാണ്. നാളെ നിങ്ങളെ വരിഞ്ഞുമുറുക്കുന്ന ഒരു ചരട്. അതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത്, ശത്രുവിന്റെ മുന്നിൽ കൈ നീട്ടേണ്ടി വരാത്ത വിധം നിങ്ങളുടെ ആവശ്യങ്ങൾ പരിമിതപ്പെടുത്തുക എന്ന്. ആരെയും ആശ്രയിക്കാത്തവനാണ് ഏറ്റവും സ്വതന്ത്രനായ മനുഷ്യൻ. ഈ ഭാഗത്തെ അവസാനത്തെ ഒരു കാര്യം കൂടി ചാണക്യൻ പറയുന്നു. നല്ല കാലത്ത് അഹങ്കരിക്കുന്ന മനുഷ്യൻ മോശം കാലത്ത് ഏറ്റവും കൂടുതൽ തകർന്നുപോകുന്നു. എല്ലാം നന്നായി പോകുമ്പോൾ വിനയമുള്ളവനായിരിക്കുക. അപ്പോൾ മണ്ണിലിറങ്ങി നിൽക്കുക. കാരണം കാലത്തിന്റെ ചക്രം എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലുള്ളവൻ താഴെ വരും, താഴെയുള്ളവൻ മുകളിൽ പോകും. നല്ല കാലത്ത് എല്ലാവരെയും താഴ്ത്തിക്കെട്ടിയവന് മോശം കാലത്ത് ആരും കൈ നൽകില്ല. നല്ല കാലത്തും എല്ലാവരോടും ബഹുമാനത്തോടെ പെരുമാറിയവന് മോശം കാലത്തും വാതിലുകൾ തുറന്നുകിടക്കും. ഈ ലോകം കൈപ്പേറിയ സത്യങ്ങൾ ഉൾക്കൊണ്ട് മനോഹരമായ ജീവിതം നയിക്കാൻ പഠിച്ചവനുള്ളതാണ്.